മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻഡ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 270-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. അഗാരിക്കസ് മസ്കാരിയസ്. നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുപോലെ വളരെ സവിശേഷമായ, വളരെയധികം പ്രയോഗസാധ്യതയുള്ള ഒരു ഔഷധമാണിത്. ഇനിയിപ്പോൾ പാർക്കിൻസണിസം എന്ന് അറിയപ്പെടുന്ന രോഗാവസ്ഥ, ഇതൊക്കെ കെൻറ്റിൻ്റെ കാലത്ത് കേട്ടിട്ടില്ലാത്തൊരു പേര്. പക്ഷെ അതിനേക്കാളും രൂക്ഷമായ കോറിയ പോലുള്ള അവസ്ഥകളിൽ പോലും പ്രയോഗസാധ്യതയുള്ള നിരവധി ഔഷധങ്ങളിൽ ഒന്നാണിത്. അതുപോലെ ശരിയായ മാനസിക ബൗദ്ധിക വളർച്ചയില്ലാത്ത ഒരു രോഗി, ആ രോഗിയുടെ ഒരു ചിത്രവും നമുക്ക് ഈ ഔഷധത്തിൽ ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ ആമുഖഭാഗത്ത് ഈ രണ്ട് കാര്യങ്ങളും കെൻറ്റ് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് പ്രവേശിക്കാം. The most striking things running through this medicine are twitchings and tremblings. തുടക്കം തന്നെ അതാണ്, ട്വിച്ചിങ്സ് ആൻഡ് ട്രംബ്ലിങ്സ്. വിറയൽ, വലിച്ചുകോച്ചലുകൾ അനിയന്ത്രിതമായ തരത്തിൽ. jerking of the muscles and trembling of the limbs. quivering and tremors. Everywhere these two features are present in all parts of the body and limbs. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, കൈകാലുകളിലും അഗ്രങ്ങളിലും വരെ എവരിവേർ ഇത് കാണുന്നു. എന്തൊക്കെയാണ്? വിറയൽ, അനിയന്ത്രിതമായ ആട്ടം, വലിച്ചുകോച്ചലുകൾ, ഇതെല്ലാം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഔഷധം പ്രകടിപ്പിക്കുന്നു. The twitching of the muscles becomes so extensive that it is a well developed case of chorea. പാർക്കിൻസണിസത്തിൻ്റെ ഒരു കുറെ കൂടി രൂക്ഷമായ രൂപം. ആ രൂപത്തിൻ്റെ എല്ലാ ഭാവങ്ങളും അതിൻ്റെ വളരെ വികസിതമായ ആ ഒരു അവസ്ഥയും ഈ ഒരു ഔഷധം പ്രകടിപ്പിക്കുന്നു. പേശികളെല്ലാം അനിയന്ത്രിതമായി വലിച്ചു കോച്ചുന്നു. ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് നേച്ചർ, അതിൻ്റെ പ്രകൃതത്തിൽ തന്നെ, അഗാരിക്കസിൻ്റെ പ്രകൃതത്തിൽ തന്നെ എന്തുണ്ട്? ഓൾ ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ കോറിയ ആൻഡ് ഹാസ് ക്യൂർഡ് മെനി കേസസ്. കോറിയയിൽ കാണപ്പെടുന്ന എല്ലാം തന്നെ അഗാരിക്കസിൻ്റെ സ്വഭാവത്തിൽ, അതിൻ്റെ പ്രകൃതത്തിലുണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെ, ആ ഒരു കാരണം കൊണ്ട് തന്നെ നിരവധി കേസുകളെ, അത്തരത്തിലുള്ള നിരവധി രോഗാവസ്ഥകളെ ഈ ഔഷധം സുഖപ്പെടുത്തിയിട്ടുമുണ്ട്. വളരെയധികം ആത്മവിശ്വാസവും പ്രതീക്ഷയും നിങ്ങൾ കരുത്തും തരുന്നൊരു ഔഷധമാണിത്. ഇന്നത്തെ കാലത്തെ ഹോമിയോപ്പതിക് പ്രാക്ടീഷനെ സംബന്ധിച്ചോളം ഇത്തരം നിരവധി ഔഷധങ്ങളുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ചാൽ, നിരവധി പ്രമുഖ വ്യക്തികളുടെ, ശാസ്ത്രജ്ഞന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും വാണിജ്യ വ്യവസായ പ്രമുഖരുടെയൊക്കെ ആത്മകഥാരചനയ്ക്ക് സഹായിയായിട്ട്, ഓതറായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ പോയ ഒരു അറിയപ്പെടുന്ന ഒരു മുൻ മന്ത്രിയും കോളേജ് പ്രൊഫസറും ഒക്കെ ആയിരുന്നൊരു വ്യക്തി, അദ്ദേഹം ഇപ്പം ഇല്ല, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ശേഖരിച്ച് ആത്മകഥയായിട്ട് എഴുതാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹം ഈ പാർക്കിൻസൺസിന് അടിമയായിരുന്നു. നടക്കാൻ പ്രയാസം, ക്ലംസി മൂവ്മെൻറ്റ്സ്, കൂടുതൽ നാവിനെ പോലും ബാധിച്ചിരുന്നു. സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഒരു ഗ്ലാസ് വെള്ളം തനിയെ പിടിച്ച് കുടിക്കാൻ പറ്റില്ല. ധാരാളം മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ന്യൂറോളജിസ്റ്റിനെയും മറ്റുമൊക്കെ കണ്ടുകൊണ്ട്. അപ്പോൾ ഒരു 3 മാസത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പെരുമാറ്റവും ജീവിതചര്യ മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ട്. ശരിക്കും ഒരു പാർക്കിൻസണിസം രോഗം ആ വ്യക്തിയെയും അയാളുടെ കുടുംബത്തെയും ഒക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നു ഞാൻ നേരിട്ട് മനസ്സിലാക്കിയപ്പോഴാണ്. അപ്പോൾ ഞാൻ കുറച്ച് അടുപ്പമായി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഹോമിയോപ്പതിയുടെ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അന്ന് ഞാൻ ഈ ചാനലൊന്നും തുടങ്ങിയിട്ടില്ല, ഏകദേശം ഒരു 10 വർഷം മുമ്പായിരുന്നു സംഭവം. സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ ഒരു കോളേജ് അധ്യാപകൻ, നല്ല വായനാശീലമുള്ള വ്യക്തിയായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എന്നോട് ചോദിച്ചു, ഹോമിയോപ്പതിയെക്കുറിച്ചും ഈ ഔഷധത്തെ, ഈ രോഗാവസ്ഥയിൽ അതിൻ്റെ സാധ്യതയെക്കുറിച്ചും. ഉദാഹരണമായിട്ട് ഞാൻ അദ്ദേഹത്തിന് വായിച്ചു കൊടുത്തത് ഈ ഒരു ഭാഗമാണ്, അഗാരിക്കസിൻ്റെ ഒരു ഭാഗമാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന് ഇതായതുകൊണ്ട് ഇത് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയ്ക്കൊക്കെ ഉണ്ടല്ലേ, ഇതുമായിട്ട് നോക്കുമ്പോൾ എൻ്റെ അവസ്ഥ എത്രയോ നിസ്സാരമാണ്, എങ്കിൽ പോലും ഞാനും എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുന്നു അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ ചികിത്സ അറേഞ്ച് ചെയ്യാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത്രയും വാർദ്ധക്യമായി, ഇനിയിപ്പോൾ മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു രോഗശാന്തിയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാൽബി ഇത്
മറ്റുള്ളവർക്ക് കുറച്ചുകൂടി യങ്ങറായിട്ടുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരെയൊക്കെ രോഗശാന്തിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എങ്കിൽ പോലും അദ്ദേഹം പലരോടും പറഞ്ഞു, പല സുഹൃത്തുക്കളോടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പല സഹപ്രവർത്തകരോടൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞു. പിന്നീട് പലരും എന്നെ ബന്ധപ്പെടുകയുണ്ടായി, ഇത്തരം പ്രശ്നങ്ങളുണ്ട്, സഹായിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ കോട്ടയം ആ പ്രദേശങ്ങളിലുള്ള ചില ഹോമിയോപാത്സിൻ്റെ അടുത്തേക്ക് ഞാൻ അവർ റെഫർ ചെയ്യുകയും ചെയ്തു. ദിസ് ഇസ് എ ജനറൽ ബിലോങ്ങിങ് ടു ഓൾ പാർട്സ്. ജനറൽ ബിലോങ്ങിങ്, എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു ജനറൽ ആണ്. അത് ആ പേഷ്യൻറ്റിൻ്റെ ജനറൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഒരു ജനറൽ സിംറ്റത്തോട് പരമാവധി ചേർന്ന് നിൽക്കുന്ന വളരെ വെൽ ഡിഫൈൻഡ് ഹൈലി പ്രൊമിനൻറ്റ് പർട്ടിക്കുലർ എല്ലാ ഭാഗങ്ങളെയും അത് ബാധിക്കുന്നു, എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നു. ഒരു തരത്തിൽ മനസ്സിനെ പോലും അത് ബാധിക്കുന്നുണ്ട്. അത് പിന്നീട് നമുക്ക് മനസ്സിലാവും. എങ്കിലും അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ ജനറൽ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കെൻഡിൽ പറഞ്ഞിരിക്കുന്നത് ദിസ് എ ജനറൽ ബിലോങ്ങിങ് ടു ഓൾ പാർട്സ്, ടു ഓൾ മസിൽസ്, എല്ലാ പേശികളോടും ബന്ധപ്പെട്ടിരിക്കുന്ന, എല്ലാത്തിനും ബാധകമായിട്ടുള്ള, എല്ലാ പേശികൾക്കും ശരീരത്തിലെ അവയവങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു പൊതു ലക്ഷണം എന്ന തരത്തിലാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. ത്രൂ ഔട്ട് ദ ബോഡി ദർ ഇസ് എ സെൻസേഷൻ ഓഫ് ക്രീപ്പിംഗ് ആൻഡ് ക്രോളിംഗ്. ത്രൂ ഔട്ട് ദ ബോഡി നമ്മൾ സെൻസേഷൻ ഓഫ് ക്രീപ്പിംഗ്, പുഴുവരിക്കുന്ന പോലെ, ഉറുമ്പരിക്കുന്ന പോലെയൊക്കെയുള്ള അനുഭവം നമ്മൾ പല ഔഷധങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ത്രൂ ഔട്ട് ദ ബോഡി, ശരീരം മുഴുവൻ തുറന്ന് പറയുന്നുണ്ട്, ശരീരത്തിന് മാംസത്തിന് ഉള്ളിലും പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഹാർഡ്ലി കൺഫൈൻഡ് ടു ദ സ്കിൻ. ഇത് തൊലിപ്പുറത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇറ്റ് ഈസ് ഫെൽറ്റ് ആസ് ഇഫ് ഇൻ ദ ഫ്ലഷ്. മാംസത്തിൻ്റെ അകത്ത് പോലും ഈ പുഴുവരിക്കുന്ന, ഉറുമ്പരിക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എത്രത്തോളം അയാൾ ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്ക്. എ സെൻസേഷൻ ആസ് ഇഫ് ഓഫ് ആൻഡ്സ്, ഉറുമ്പുകൾ നിറച്ചു നടക്കുന്ന പോലെ. ഇച്ചിങ് ഓഫ് ദ സ്കിൻ ഓൾ ഓവർ വിച്ച് ചേഞ്ചസ് പ്ലേസ് ഫ്രം സ്ക്രാച്ചിങ്. അപ്പോൾ തൊലിപ്പുറത്ത് ഇതേപോലെ ഒരു ഉറുമ്പരിക്കുന്ന അനുഭവം, അവിടെ നമ്മൾ ചൊറിയുന്നു, അപ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറുന്നു. ഒരു തരത്തിലും രക്ഷയില്ലെന്നർത്ഥം. നോ പ്ലേസ് ഇസ് എക്സെപ്റ്റ് ഫ്രം ദിസ്. ഒരു സ്ഥലത്ത് ഒരു എക്സെപ്ഷൻ ഇല്ല. തൊലിപ്പുറമെ എവിടെയും ഈ ചൊറിച്ചിൽ വരാം. ഒരു സ്ഥലത്ത് ചൊറിയുമ്പോൾ മറ്റൊരിടത്തേക്ക് മാറുന്നു മാത്രം. ദർ ആർ സ്ട്രെയിഞ്ച് സെൻസേഷൻ ഹിയർ ആൻഡ് ദർ അപ്പോൺ ദ സ്കിൻ ഓർ ഇൻ പാർട്സ്. അസാധാരണമായ അനുഭവങ്ങൾ ഇവിടെ ഉറുമ്പരിക്കുന്ന പോലെ, അല്ലെ പുഴുവിരിക്കുന്ന പോലെ എന്ന് പറയുന്നു. ഇത് കൂടാതെ അസാധാരണമായ ചില തോന്നലുകളും അനുഭവങ്ങളും ഉണ്ട്. ഇനി അതിനൊന്ന് വിശദീകരിക്കുന്നുണ്ട്. കോൾഡ് സെൻസേഷൻ, തണുപ്പ്. സെൻസേഷൻ ഓഫ് കോൾഡ് നീഡിൽസ് ആൻഡ് ഓഫ് ഹോട്ട് നീഡിൽസ്. നല്ല തണുത്ത സൂചിയും നല്ല ചൂടുള്ള സൂചിയും തറഞ്ഞു കയറുന്ന പോലുള്ള അനുഭവം. സ്റ്റിങ്ങിങ് ആൻഡ് ബേണിങ് വേർ ദ സർക്കുലേഷൻ ഈസ് ഫീബിൾ. അതാണ് വിഷയം. രക്തചംക്രമണം വളരെ മന്ദഗതിയിലായ സ്ഥലങ്ങളിൽ സ്റ്റിങ്ങിങ് ആൻഡ് ബേണിങ്, കുത്തുന്ന പോലെയും പൊള്ളുന്ന പോലുള്ള അനുഭവം. ശരിക്കും ആരോഗ്യകരമായ രക്തചംക്രമണം, എല്ലായിടത്തും രക്തം ഒരേപോലെ എത്തുന്നതാണ് ഒരു മനുഷ്യൻ്റെ താപനിലയുടെയും പൊതുവെ ആരോഗ്യത്തിൻ്റെയും ഒക്കെ ഒരു സന്തുലനാവസ്ഥ നിലനിർത്തുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതിലെന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിലൊന്ന് ഈ പറയുന്ന പോലെ ആ ഒരു ചൂടിനോടും തണുപ്പിനോടുമുള്ള അഡാപ്റ്റബിലിറ്റിയുടെ ഒരു അഭാവം വരുന്നു. ഇവിടെ കുത്തുന്ന പോലെ അനുഭവം വരുന്നു, മരവിപ്പ്. ഇനി എവിടേക്കും അബൌട്ട് ദ ഇയേഴ്സ്, നോസ്, ബാക്ക് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ് ആൻഡ് ടോസ്. ചെവിയിൽ, മൂക്കിൽ, കൈകളുടെ പിൻഭാഗത്ത്, വിരലുകളിൽ, കാൽവിരലുകളിൽ. റെഡ് സ്പോട്ട്സ് വിത്ത് ഇച്ചിങ് ആൻഡ് ബേണിങ് ആസ് ഇഫ് ഫ്രോസ്റ്റ് ബിറ്റൺ. ചുവന്ന നിറത്തിലുള്ള സ്പോട്ടും ചൊറിച്ചിലും പൊള്ളലും. ഫ്രോസ്റ്റ് ബിറ്റൺ, കടുത്ത ശൈത്യമുള്ള നാടുകളിൽ മഞ്ഞിൽ കുറച്ചു നേരം അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണു പോകും. ചിലപ്പോൾ മഞ്ഞ് കട്ടിയായിട്ട് കാല് വലിച്ചു മാറ്റാൻ പറ്റാത്ത അവസ്ഥ വരും. കൈകളിൽ മഞ്ഞ് പിടിച്ചു പോകുന്ന അവസ്ഥ വരും. മഞ്ഞ് കടിക്കുക, ഫ്രോസ്റ്റ് ബിറ്റൻ അവസ്ഥ വരും. അങ്ങനെ വരാൻ നേരത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സർക്കുലേഷനെ ബാധിക്കുകയും ചെയ്യുന്നത്. തണുപ്പ് വരുമ്പോഴേക്കും രക്തം വേണ്ട രീതിയിൽ ചംക്രമണം നടത്താത്തൊരവസ്ഥ വരും. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് റെമഡി ഫോർ ചിൽബ്ലൈൻസ്. ചിൽബ്ലൈൻസ് ഇതേപോലെ തണുപ്പടിച്ചിട്ട് ചെറിയ രക്തക്കൊള്ളുകൾക്ക്, കാപ്പിലറീസിനും മറ്റുമൊക്കെ വീക്കം വരുന്നൊരവസ്ഥ. അതൊരു ഗ്രേറ്റ് റെമഡി എന്നാണ് പറയുന്നത്. ലഡാക്കിലും മറ്റോ ലേയിലും മറ്റുമൊക്കെ കടുത്ത തണുപ്പിൽ ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ സബ്സീറോ ടെമ്പറേച്ചേഴ്സിൽ കഴിയുന്ന പട്ടാളക്കാരുടെ അവസ്ഥ. മഞ്ഞിൽപ്പെട്ടുപോയ സൈനികർ പലരുടെയും കാല് മുറിച്ചു കളയേണ്ടി വരും.
കാല് മുറിക്കാതെ നീലിച്ച് കറുത്ത നിറമായി പോകും, വിറകുകൊള്ളി പോലെ ആയി പോകും. ദ പേഷ്യൻ്റ് ഈസ് എക്സ്ട്രീംലി നെർവസ് ആൻഡ് സെൻസിറ്റീവ് ടു കോൾഡ്. ഇതാണ് ആ മനുഷ്യൻ്റെ ജനറാലിറ്റി, അതിൻ്റെ നേച്ചർ. എക്സ്ട്രീംലി നെർവസ് ആണ് അഗാരിക്കസ് പേഷ്യൻ്റ്. സെൻസിറ്റീവ് ടു കോൾഡാണ്, ചില്ലിയാണ്, തണുപ്പ് പറ്റില്ല ആൾക്ക്, വല്ലാതെ നെർവസാണ്. ഇച്ചിങ്, പ്രിക്ലിംഗ്, ടിംഗ്ലിംഗ് എക്സെട്ര കം ഓൺ ഫ്രം മെൻ്റൽ എക്സേർഷൻ ആൻഡ് ആർ റിലീവ്ഡ് ഫ്രം ഫിസിക്കൽ എക്സേർഷൻ. അപ്പോൾ സവിശേഷമായിട്ടൊരു കാര്യം, ഈ ചൊറിച്ചിൽ, ഈ കുത്തുന്ന പോലുള്ള വേദന, അല്ലെങ്കിൽ മരവിക്കുമ്പോൾ ഉണ്ടാകുന്ന കുത്തുന്ന പോലുള്ള വേദന, ഈ ടിക്ലിങ്, ഇക്കിളി കൂട്ടുന്ന പോലത്തെ അനുഭവങ്ങൾ, ഇതൊക്കെ മാനസികമായ അധ്വാനം കൊണ്ട് ഇത് പ്രകടിപ്പിക്കപ്പെടും, പുറത്തു വരും. ഇനി കായികമായിട്ടുള്ള അധ്വാനം കൊണ്ടോ അതിന് ആശ്വാസം ലഭിക്കും. ഇത്തരം സാഹചര്യങ്ങൾ അധികം ഔഷധങ്ങളില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഓൾ ദ സിംപ്റ്റംസ് ഓഫ് അഗാരിക്കസ് ആർ ഓൾസോ അഗ്രിവേറ്റഡ് ആഫ്റ്റർ സെക്ഷൽ ഇൻ്റർകോഴ്സ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം പല ഔഷധങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഓൾ ദ സിംപ്റ്റംസ്, അഗാരിക്കസിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ലൈംഗിക പ്രക്രിയ വഴി വർദ്ധിക്കുന്നു. എസ്പെഷ്യലി ഇൻ ദ സിംപ്റ്റംസ് ഓഫ് ദ സ്പൈനൽ കോഡ്. സുഷുമ്നാ നാഡിയുടെ നട്ടലിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളിൽ ഈ ഒരു വർധനവ്, സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടാകുന്ന വർധനവ് വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ സിംപ്റ്റംസ് വിച്ച് കം ഓൺ ആഫ്റ്റർ കൊയിഷൻ ഇൻ യങ് നെർവസ് മാരീഡ് വുമൺ, ഹിസ്റ്റീരിക്കൽ ഫെയിൻറ്റിങ് ആഫ്റ്റർ കൊയിഷൻ. ലൈംഗിക വീഴ്ചയ്ക്ക് ശേഷം ബോധക്ഷയം ഉണ്ടാകുന്ന കേസുകൾ നിരവധി വിവാഹബന്ധങ്ങളുടെ തകർച്ചയിലേക്ക് നയിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു കേസ് എനിക്ക് വളരെ കൃത്യമായിട്ട് നേരിട്ടറിയാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ, എൻ്റെ ഇവിടെ കുറച്ചു കാലം താമസമുള്ള സുഹൃത്ത്. എനിക്കാൾ പ്രായം കുറവായിരുന്നു, പക്ഷെ നേരത്തെ വിവാഹം കഴിക്കുകയും ചെയ്തു. ആ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ വിവാഹത്തിന് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനതിൽ ഇടപെട്ടിരുന്നു. ഒരു ഇൻ്റർ കമ്മ്യൂണിറ്റി മാരേജ് ആയിരുന്നു അത്. വളരെ സ്നേഹത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ്, പന്നി കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഇല്ല, കുറച്ച് കാലം കഴിഞ്ഞ് ഇയാളെന്നെ കാണാൻ വന്നത് വലിയ പരാതികളും പറഞ്ഞുകൊണ്ടാണ്. പല പല പ്രശ്നങ്ങൾ. ഒരു തരത്തിലും വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ലൈംഗിക വീഴ്ചയ്ക്ക് ശേഷം ഈ ബോധക്ഷയം ഉണ്ടാകുന്നു, നിരവധി പ്രശ്നം. അതുപോലെ ലൈംഗിക വീഴ്ച തന്നെ പ്രയാസമാണ്. വജൈനൽ ഡ്രൈനസ് ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഹോമിയോപ്പതി കൊണ്ട് കവർ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇയാളെ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇയാളെ ഞാൻ ആലപ്പുഴയിലായിരുന്നു. അപ്പോൾ ആലപ്പുഴയിൽ എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഹരിപ്പാട്. അവിടെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കേസ് നന്നായിട്ട് എടുത്തു. പിന്നീട് ആ പെണ്ണിൻ്റെ വീട്ടുകാരെയൊക്കെ വിളിച്ചു, കേസൊക്കെ എടുത്ത് വിശദമായിട്ട് കേസെടുത്തു. ഔഷധം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു 6 മാസത്തെ ചികിത്സ കൊണ്ട് സുഖപ്പെട്ടു. അവർ വളരെ സന്തോഷത്തോടു കൂടി വീണ്ടും ജീവിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ ഈ ഹോമിയോപ്പതിക് ഔഷധങ്ങൾക്ക് ഒരു സാമൂഹിക മാനം, കുടുംബങ്ങളുടെ തകർച്ചയിൽ നിന്ന് അവർ രക്ഷിക്കാൻ പോലും നമ്മൾ ഔഷധങ്ങൾക്ക് കരുത്തുണ്ട്, ശരിയായ രീതിയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ. ഈ ഒരു ഔഷധം മാത്രമല്ല, ഇത്തരം ലക്ഷണം പല ഔഷധങ്ങളിലും കാണാം. പക്ഷെ ഇവിടെ അത് വളരെ പ്രൊമിനൻ്റ് ആണ്. കാരണം അഗാരിക്കസിൻ്റെ ഏതാണ്ട് എല്ലാ ലക്ഷണങ്ങളെയും ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് അഗ്രിവേറ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ യുവതികളായിട്ടുള്ള നെർവസായിട്ടുള്ള വിവാഹിതകളെ ഹിസ്റ്റീരിക്കൽ ഫെയിൻറ്റിങ് ഉണ്ടാക്കുന്നു. എത്ര വലിയ പഴയ കാമുകനാണെങ്കിലും ചിലപ്പോൾ ഭയപ്പെട്ടു പോകും. ഭയത്തിൽ നിന്നുണ്ടാകുന്ന വെറുപ്പും മറ്റുമൊക്കെ പിന്നാലെ വരികയും ചെയ്യും. ദ മെൻ്റൽ സിംപ്റ്റംസ് ആർ സച്ച് ആസ് യു വുഡ് എക്സ്പെക്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള മാനസിക ലക്ഷണങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ. ഡേറ്റ് ചേഞ്ചബിലിറ്റി, ഇറിറ്റബിലിറ്റി, mental depression and complaints which come on from overexertion of the mind and prolonged study. Cause overexertion of mind, മനസ്സിൻ്റെ അമിതമായ അധ്വാനവും നീണ്ടു നിൽക്കുന്ന പഠനം ഹോമിയോപ്പതി വിദ്യാർത്ഥികളായ നിങ്ങളൊക്കെ കടന്നു പോകുന്നൊരവസ്ഥ. അതുകൊണ്ടുണ്ടാകുന്ന എന്താണ്? ഗ്രേറ്റ് ചേഞ്ചബിലിറ്റി, വല്ലാത്ത ഒരു മാറ്റങ്ങൾ, അപ്രതീക്ഷിതമായ അചിന്ത്യമായ മാറ്റങ്ങൾ, വല്ലാതെ ഇറിറ്റബിലിറ്റി, ഒരു സ്വസ്ഥതയില്ല, ഇരിക്കപ്പുറതിയില്ല. മെൻ്റൽ ഡിപ്രഷൻ, മനസ്സിടിഞ്ഞു പോകുന്നു, വിഷാദത്തിലേക്ക് പോകുന്നു. അതേപോലുള്ള മറ്റു പല പ്രശ്നങ്ങളും. എങ്ങനെ നീണ്ടു നിൽക്കുന്ന പഠനവും അധ്വാനവും മാനസിക അധ്വാനവും ഉണ്ടാകുന്നത്. ദ ബ്രെയിൻ സീംസ് ടു ബി ഡെവലപ്ഡ് ടാർഡ്ലി. അഗാരിക്കസിൻ്റെ ഒരു പ്രധാന അവസ്ഥയിലേക്കാണ് കെൻറ്റ് ഇനി കടന്നു ചെല്ലുന്നത്. തലച്ചോറ്
വികസിച്ച് വന്നത് വളരെ താമസിച്ചാണോ എന്ന് തോന്നിപ്പിക്കും. സീംസ് ടു ബി എന്ന് പറയുന്നുള്ളത് നമ്മൾ കണ്ട് അളന്ന് ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിയ കാര്യമല്ല, അതൊരു ഒരു ഒരു നിഗമനമാണ്. തലച്ചോറ് സാവകാശമാണോ വികസിച്ചത്, ടാർഡ്ലി ഡിലേഡ് ആണോ? ചിൽഡ്രൻ ആർ ലേറ്റ് ഇൻ ലേണിംഗ് ടു ടോക്ക് ആൻഡ് വാക്ക്. ഇപ്പോൾ കായികമായിട്ടും മാനസികമായിട്ടും സംസാരിക്കാനും നടക്കാനും പഠിക്കുന്നത് വൈകിയാണ്. ദസ് കമ്പൈനിങ് ദ ഫീച്ചേഴ്സ് ഓഫ് 2 റെമഡീസ് ഉണ്ടോ, 2 ഔഷധങ്ങളെ കമ്പൈൻ ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും, വരണം. എന്തൊക്കെയാണ്? നാട്രം മ്യൂറിയാറ്റിക്കം ആൻഡ് കൽക്കേറിയ കാർബ്. നാട്രം മ്യൂറിയാറ്റിക്കം വിച്ച് ഹാസ് ദ സിംറ്റം ലേറ്റ് ലേണിംഗ് ടു ടോക്ക്, സംസാരം പഠിക്കാൻ, സംസാരിച്ച് ശീലിക്കാൻ താമസിക്കുന്നു. ആൻഡ് കൽക്കേറിയ കാർബ് വിച്ച് ഹാസ് എ സിംറ്റം ലേറ്റ് ലേണിംഗ് ടു വാക്ക്, നടക്കാൻ പഠിക്കാൻ താമസം. കൽക്കേറിയയുടെയും മറ്റുമൊക്കെ ലെക്ചറിൽ കെൻ്റത് പറയുന്നുണ്ട്. അതുപോലെ ബാരിറ്റ കാർബ്, നമ്മളതിലേക്ക് വരും. ബാരിറ്റ കാർബിലും കെൻ്റത് ഈ ഒരു കാര്യം, ഈ ഡിഫറൻസിയേഷൻ കൃത്യമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ അഗാരിക്കസിൻ്റെ കാര്യത്തിൽ നാട്രം മ്യൂറും കൽക്കേറിയയും തമ്മിൽ ചേർത്താലെന്ന പോലെ ലേറ്റ് ലേണിംഗ് ടു വാക്ക് ആൻഡ് ലേറ്റ് ലേണിംഗ് ടു ടോക്ക്. ഇറ്റ് വിൽ ബി നോട്ടീസ്ഡ് ഇൻ കൽക്കേറിയ ദാറ്റ് ദിസ് ഇസ് ഡ്യൂ ടു എ ഡിഫക്ട് ഇൻ ബോൺ വീക്ക്നെസ്. നമ്മൾ കണ്ട കാര്യമാണ്. ഇൻ അഗാരിക്കസ് ഇറ്റ് ഇസ് എ മെന്റൽ ഡിഫക്ട്, എ സ്ലോലി ഡെവലപ്പിംഗ് മൈൻഡ്. സാവകാശം വികസിക്കുന്ന മനസ്സ്. അപ്പോൾ മനസ്സ് സാവകാശം വികസിക്കുന്നതുകൊണ്ടാണ് തലച്ചോറ് വികസിക്കുന്നതും സാവകാശമായതുകൊണ്ട് തന്നെ. ചിൽഡ്രൻ വിത്ത് ട്വിച്ചിങ് ആൻഡ് ഏർലി ഫെയിൻറ്റിങ്, നെർവസ് ഗേൾസ് പ്രിയർ ടു പ്യൂബർട്ടി who have convulsions from being scalded, from excitement and shock, late in mental development. ഉണ്ടോ, കുട്ടികൾ ടിച്ചിങ്സ് ഉണ്ടാകുന്നു, അനിയന്ത്രിതമായ വലിച്ചുകോച്ചലും ചലനം ഉണ്ടാകുന്നു, പെട്ടെന്ന് ബോധക്ഷയങ്ങൾ വരുന്നു. ഇനി പെൺകുട്ടികളുടെ കാര്യത്തിൽ അവരുടെ ആർത്തവകാലം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് അവർക്ക് നെർവസ് ആയിട്ടുള്ള പെൺകുട്ടികളിൽ ഇത്തരം ഫെയിൻറ്റിങ്സ് ഉണ്ടാകുന്നു. അവർക്ക് ബീങ് സ്കോൾഡഡ്, വഴക്ക് പറയാൻ നേരത്ത് കൺവൾഷൻസ് ഉണ്ടാകുന്നു, വലിച്ചുപോച്ചലുകളും മറ്റുമൊക്കെ ഉണ്ടാകുന്നു. ഫ്രം എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഷോക്ക്, വല്ലാതെ ഉത്തേജിതാവസ്ഥ കൊണ്ട്, എന്തെങ്കിലും കാരണം കൊണ്ട്, വഴക്ക് പറയുന്നതുകൊണ്ടെന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് ഉത്തേജിതാവസ്ഥ ഉണ്ടാകുമ്പോൾ, ഒരു ഞെട്ടൽ ഉണ്ടാകുമ്പോഴൊക്കെ ഈ കൺവൾഷൻസ് വരുന്നു. ലേറ്റ് ഇൻ മെൻ്റൽ ഡെവലപ്മെൻറ്റ്, മനസ്സിൻ്റെ വികസനം വൈകിട്ടാണ്. ചിൽഡ്രൻ ഹു കനോട്ട് റിമെമ്പർ, ഓർമ്മശക്തി കുറഞ്ഞിരിക്കുന്ന, ഓർക്കാൻ പറ്റാത്ത കുട്ടികൾ മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ഓർ സ്ലോ ഇൻ ലേണിംഗ്, തെറ്റുകൾ ഉണ്ടാക്കുന്നു. പഠനം വളരെ സാവകാശമാണ് പഠിക്കുന്നത്. നമ്മൾ സ്കൂളുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ധാരാളം കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പണ്ടത്തേക്കാൾ കൂടുതലുണ്ട് വാസ്തവത്തിൽ. എൻ്റെയൊക്കെ പഠനകാലത്ത് ഒരൊറ്റ വിദ്യാർത്ഥി മാത്രമേ, 1000-ഓളം കുട്ടികൾ പഠിച്ചിരുന്നൊരു പൊതുവിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത്. ഒരു കുട്ടിയും അതിൻ്റെ സഹോദരനും, 2 പേര്. ആ കുടുംബത്തിലെല്ലാവരും അങ്ങനെയായിരുന്നു, ഈ ഒരു അവസ്ഥയിലുള്ളവർ. ബാക്കി ആരും തന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ എൻ്റെ ഭാര്യ ഒരു സർക്കാർ സ്കൂൾ അധ്യാപികയാണ്. എത്രയോ കുട്ടികളാണ് ഇതേപോലെ പരീക്ഷ എഴുതാനോ പഠിക്കാനോ ഒരക്ഷരം, എൻ്റെ ഭാര്യ ഭാഷയാണ് പഠിപ്പിക്കുന്നത്, ഹിന്ദി, ഒരക്ഷരം എഴുതാൻ പോലും അവർക്കറിയില്ല. അല്ലെങ്കിൽ എന്തക്ഷരം എഴുതാൻ പറഞ്ഞാൽ ഒരേ അക്ഷരം തന്നെ എഴുതും. നിരവധി കുട്ടികൾ ആ സ്കൂളിലുണ്ട്. അത്തരം കേസുകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളും നമുക്കറിയാം. അതൊന്നും ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നവർ അംഗീകരിക്കില്ലെങ്കിൽ പോലും നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഹോമിയോപ്പതിയിലെ നിരവധി ഔഷധങ്ങൾ അത് ചേരുന്നുണ്ട്. നെർവസ് പേഷ്യൻസ് ഹു ഓൺ ഗോയിങ് ഓവർ ദെയർ മാനുസ്ക്രിപ്റ്റ്സ് ഫൈൻഡ് ഔട്ട് ദെയർ മിസ്റ്റേക്സ് ഇൻ റൈറ്റിംഗ് ആൻഡ് സ്പെല്ലിംഗ്. അപ്പോൾ ഇത്തരം നെർവസ് പേഷ്യൻസ്, നെർവസ് സ്റ്റേറ്റിലുള്ള രോഗികൾ, അവരെന്തെങ്കിലും കൈകൊണ്ട് എഴുതിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ വരുത്തി വെച്ചിരിക്കുന്ന തെറ്റുകൾ നമുക്ക് മനസ്സിലാകും. എഴുതുന്നതിൽ തെറ്റില്ല, അതിൻ്റെ അക്ഷരങ്ങൾ തെറ്റില്ല. ഇൻ കണ്ടീഷൻ ഓഫ് ദ മൈൻഡ് ഈസ് വൺ ഇൻ വിച്ച് ദേ ആർ സ്ലോ ടു ഗ്രാസ്പ് ഐഡിയാസ്. നമ്മളൊരു ആശയം പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ അത് ഗ്രഹിക്കാൻ താമസം. കാരണം അവരുടെ തലച്ചോറ് വേണ്ട രീതിയിൽ വികസിച്ചിട്ടില്ല. റോങ് വേർഡ്സ് ഫ്ലോട്ട് ഇൻ കലൈഡോസ്കോപ്പിക്കലി. കലൈഡോസ്കോപ്പ് എന്ന് നിങ്ങൾക്കറിയാം, നമ്മളൊരു 3 മിറർ സ്ട്രിപ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനത്തിൽ ഉള്ളിൽ വളപ്പൊട്ടുകളിട്ട് നമ്മൾ കണ്ടു കാണും കലൈഡോസ്കോപ്പ്. എന്നൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടാക്കി കളിക്കുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്തരം കളിപ്പാട്ടങ്ങളൊന്നുമില്ല. അത് കലൈഡോസ്കോപ്പിൽ ഒരു വിചിത്ര സൗന്ദര്യമുണ്ട്, ക്രമരാഹിത്യമുണ്ട്,
അതിലൊരു ഓർഡറില്ല, പക്ഷേ വളരെ വിചിത്രമായ ഒരു അത്ഭുതകരമായൊരു സൗന്ദര്യം അതിലുണ്ട്. അതാണ് കലേഡോസ്കോപ്പിക് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. വാക്കുകൾ, തെറ്റായ വാക്കുകൾ ഒരു മനോഹരമാണ് എങ്കിൽ പോലും അതിങ്ങനെ പരന്നു കിടക്കുന്നു. ചിലപ്പോൾ നേരെ എഴുതേണ്ടതിന് പകരം ഇങ്ങനെ ഇങ്ങനെ എഴുതി വെക്കും. എൻ്റെ ഭാര്യ പറയാറുണ്ട്, ഒരു എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അക്ഷരം എഴുതാൻ പറഞ്ഞാൽ ഒരേ അക്ഷരം തന്നെ പേജിന് മുഴുവൻ എഴുതി നോക്കും. അപ്പം അങ്ങനെ എഴുതി നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു സൗന്ദര്യം നിങ്ങൾ കണ്ട, ഒരു പാറ്റേൺ, ഒരു കയോട്ടിക് പാറ്റേൺ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു കലേഡോസ്കോപ്പിക്കൽ ഫ്ലോട്ടിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. വെൻ വി റീഡ് ഇൻ ദ ബുക്ക് ദ വോൾ സൈക്കോളജിക്കൽ സ്ഫിയർ ആസ് ഇഫ് പാരലൈസ്ഡ്, ഉണ്ടോ, ഉള്ള മനോമണ്ഡലമാകെ മരവിച്ചു പോയി. മാനസിക മണ്ഡലം, സൈക്കോട്ടിക് സ്ഫിയർ മൊത്തത്തിൽ പാരലൈസ്ഡായി, തളർന്നുപോയി, അത് ആക്റ്റീവല്ല. വി മസ്റ്റ് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഇവിടെ നമ്മൾ വരികൾക്കിടയിൽ വായിക്കണം. എന്താ വരികൾക്ക് വായിക്കുന്നത്? ദ വോൾ മൈൻഡ് ആൻഡ് സെൻസോറിയം സീം പാരലൈസ്ഡ്. അപ്പൊ ഇങ്ങനെ പറയുന്നത് ഇതൊരു കൊട്ടേഷനാണ്. ഓൾ സൈക്കോളജിക്കൽ സ്ഫിയർ ആസ് ഇഫ് പാരലൈസ്ഡ് എന്നുള്ളത് കൊട്ടേഷനാണ്. അതിൻ്റെ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? മനസ്സും അയാളുടെ അനുഭൂതികളുടെ മണ്ഡലം, സെൻസോറിയം, അയാളുടെ ഇന്ദ്രിയങ്ങളുടെ മണ്ഡലം, അതെല്ലാം തളർന്നു പോയതായിട്ട് നമുക്ക് മനസ്സിലാകും. ദ പേഷ്യൻ്റ് ഈസ് sluggish, stupid and time seems to be delirious. അപ്പോൾ വളരെ മന്ദിച്ചതാണ്, മൗഢ്യം ബാധിച്ച, സ്റ്റുപ്പിഡാണ്, ബുദ്ധിവിഹീനമായി പെരുമാറുന്നവരാണ്. ചിലപ്പോഴാണെങ്കിൽ ഡെലിറീസുമാണ്. കണ്ടിട്ടുണ്ടാകും. ഇതേപോലെ ചില ബുദ്ധിപരമായ വികാസം പ്രാപിക്കാത്ത കുട്ടികൾ പെട്ടെന്ന് അവർ അക്രമാസക്തരാകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഡെലിറിയം കാണിക്കുന്നത് പലരിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു സാധാരണ ഒരു അവസ്ഥയാണ്. ദർ ഈസ് കൺഫ്യൂഷൻ ഓഫ് ദ മൈൻഡ് സോ നിയർലി ലൈക്ക് ഡെലിറിയം ദാറ്റ് ഈസ് നോട്ട് അൺലൈക്ക് ഇൻടോക്സിക്കേഷൻ. അപ്പോൾ ഈ ഒരു ഡെലിറിയം ഉണ്ട്, മനസ്സിൻ്റെ ഒരു ആശയക്കുഴപ്പം ഡെലിറിയത്തോട് എത്തുന്നൊരവസ്ഥ. ആശയക്കുഴപ്പം മൂത്തിയിട്ട് ആകെ ആളൊരു തരം അസ്വസ്ഥത കാണിക്കുന്നൊരവസ്ഥ. അപ്പം അങ്ങനെയും വരാം. ഇനി ഇത് ഒരു ഇൻടോക്സിക്കേഷനാണെന്ന് തോന്നുന്ന തരത്തിൽ, നോട്ട് അൺലൈക്ക്, അപ്പോൾ ലൈക്ക് ലഹരി പിടിച്ച് മത്ത് പിടിച്ച പോലൊരവസ്ഥ. എ ഡെലിറിയം സച്ച് ആസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ. മദ്യം കഴിച്ചുണ്ടാകുന്ന ആൾക്കാർ, മദ്യപാനികൾ നിരീക്ഷിച്ചാൽ കാണുന്ന ഡെലിറിയം, അത്തരത്തിലുള്ള ടിപ്പിക്കലായിട്ടുള്ള ഡെലിറിയം. ഹി ഓൾസോ ബിക്കം സില്ലി, സേസ് ഫൂളിഷ് ആൻഡ് സില്ലി തിങ്സ്. അപ്പോൾ ആള് വളരെ നിസ്സാര കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന തരത്തിൽ, അവിടെ ബുദ്ധി വികസിച്ചിട്ടില്ല. സിങ്സ് ആൻഡ് വിസിറ്റ്സ് അറ്റ് ആൻ ഇൻഅപ്രോപ്രിയേറ്റ് ടൈം. ഉചിതമല്ലാത്ത സമയത്ത് അസ്ഥാനത്ത് കയറി പാട്ട് പാടുന്നു, അസ്ഥാനത്ത് കയറി തമാശകൾ പറയുന്നു, അസ്ഥാന സമയത്ത് ചൂളമടിക്കുന്നു. അങ്ങനെയുള്ള ഒരാളുകൾ. മീക്സ് വേഴ്സസ് ആൻഡ് പ്രൊഫസീസ്. അവർ മഹത്വചനങ്ങൾ പറയും, പ്രവചനങ്ങൾ നടത്തും. അത് അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ബുദ്ധിപൂർവമായ കാര്യങ്ങളല്ല, ഒരു ബുദ്ധിരാഹിത്യം പ്രകടമാക്കുന്ന തരത്തിലുള്ള പ്രവചനം. അപ്പോൾ ഒരു ടോട്ടൽ ഇമ്പസിലിറ്റി അല്ല. ഓർ ഹി ലാപ്സസ് ഇൻ ടു ആൻ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്. ഇനി നേരെ എതിരവസ്ഥയിലേക്കും പോകാം. ബിക്കംസ് ഇൻഡിഫറൻറ്റ് ടു ഹിസ് സറൗണ്ടിങ്സ്. പരിസരങ്ങളോട് യാതൊരു പ്രതികരണമില്ലാത്തൊരവസ്ഥയിലേക്കും പോകാം. വൺ ഹു ഈസ് മൈൽഡ് ആൻഡ് പ്ലാസിഡ് ബിക്കം സെൽഫ് വിൽഡ്, ഒബ്സ്റ്റിനേറ്റ് ആൻഡ് കൺസീറ്റഡ്. അപ്പോൾ പൊതുവെ വളരെ മൃദുഭാഷിയായിട്ടൊക്കെ മൈൽഡായിട്ടിരിക്കുന്ന ആൾ, പ്ലാസിഡ്, വളരെ ശാന്തമായിരിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ സെൽഫ് വിൽഡ്, ഒബ്സ്റ്റിനേറ്റ് ആൻഡ് കൺസീറ്റഡ്. അയാൾ വല്ലാതെ സെൽഫ് വിൽഡ്, അയാൾക്ക് അമിതമായ ആത്മവിശ്വാസം, ഞാൻ എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്നു, കടുംപിടുത്തം, അമിതമായ ആത്മാഭിമാനം, കൺസീറ്റഡ് എന്നതിൻ്റെ അർത്ഥം അമിതമായ ആത്മാഭിമാനം, ഞാൻ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ഒരു ബുദ്ധിമാന്യമുള്ളൊരവസ്ഥ. ഡിഫിക്കൽട്ടി ഇൻ കോർഡിനേറ്റിംഗ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ മസിൽസ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ പേശികളെ പരസ്പരം സംയോജിപ്പിച്ച് ഒരു ആരോഗ്യകരമായ ഒരു ചലനമല്ല, കോർഡിനേഷൻ ഇല്ലാത്ത ചലനങ്ങൾ. ഇൻകോർഡിനേഷൻ ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. തലച്ചോറും സുഷുമ്നാനാഡിയും തമ്മിൽ ഒരു സംയോജനമില്ല. അപ്പോൾ തലച്ചോറിൽ നിന്ന് സിഗ്നൽസ് വന്നാലും അത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വേണ്ട രീതിയിൽ അത് പ്രസരിച്ച് പോകുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഈ ചലനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ ഇയാൾക്ക് പറ്റാത്തത്. ക്ലംസി മോഷൻ, നമ്മൾ നേരത്തെ കണ്ട ക്ലംസി മോഷൻ, നടക്കാൻ നേരത്തും മറ്റൊക്കെ ഞാൻ ഓർക്കുന്നില്ല, വേറെ ഒരു ഔഷധത്തിൽ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരാളെ, ഇതേ ഒരു ക്ലംസി മോഷനുള്ള ആളെ ഞാൻ അയാളെ ബാബുചേട്ടനത്ത് കൊണ്ടുപോയതും അയാൾക്ക് സമ്പൂർണ്ണമായ സൗഖ്യം.
60 പൈസ കഴിഞ്ഞൊരവസ്ഥയിലായിരുന്നു കിട്ടിയത്. അപ്പോൾ ക്ലംസി മോഷൻ ഉണ്ട്, പ്രയാസപ്പെട്ട് നടക്കുന്നു. എവിടെയാണ് ഓഫ് ദ ഫിംഗേഴ്സ് ആൻഡ് ഹാൻഡ്സ്. ക്ലംസി മോഷൻ ഇവിടെ കൈകളിലും കൈവിരലുകളിലുമാണ്. ഇൻ ഹാൻഡ്ലിങ് തിങ്സ് ഷീ ഡ്രോപ്സ് ദം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാധനം ഗ്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ താഴെ വീണ് പൊട്ടിപ്പോകും. ഫിംഗേഴ്സ് ഫ്ലൈ ഓപ്പൺ സ്പാസ്മോഡിക്കലി വൈൽ ഹോൾഡിങ് തിങ്സ്. ഒരു സാധനം പിടിക്കാൻ നേരത്ത് അനിയന്ത്രിതമായി കൈ വിടർന്നു പോകുന്നു, സാധനം താഴെ വീഴുന്നു. യു വിൽ സംടൈംസ് ക്യൂർ ബ്രിജറ്റ് ഇൻ ദ കിച്ചൺ വിത്ത് അഗാരിക്കസ് ഓർ എപ്പിസ് വെൻ ദ ട്രബിൾ ഈസ് ദാറ്റ് ഷീ ഈസ് കണ്ടിന്യൂലി ബ്രേക്കിംഗ് ദ ഡിഷസ് ബൈ ലെറ്റിംഗ് ദം ഫോൾ. ഈ ഒരു അവസ്ഥ. ബ്രിജറ്റ് ഇൻ ദ കിച്ചൺ അതൊരു ഇംഗ്ലീഷിൽ പ്രയോഗമാണ്. പാചക വിദഗ്ധ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. നല്ല ഗംഭീരമായിട്ട് പാചകം ചെയ്യുന്ന ഒരു സ്ത്രീ, ഒരമ്മ, ഒരു സഹോദരി, ഒരു ഭാര്യ, അവർ പാത്രങ്ങൾ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും? അത് നമ്മൾ സങ്കല്പിച്ച് പോകാൻ അവസ്ഥ. ആ ഒരു അവസ്ഥയാണ് അഗാരിക്കസും പിന്നെ ഇവിടെ എന്ന് പറയുന്നത് എപ്പിസും. രണ്ടും അഗാരിക്കസും എപ്പിസും ഈ ഒരു പാചക വിദഗ്ധയെ വലിയൊരു ശല്യക്കാരിത്തിയായിട്ട് മാറ്റും. കാരണം എന്താ? കൈകളും കൈവിരലുകളും പിടിക്കാൻ പറ്റുന്നില്ല. ക്ലംസിനെസ്, പെട്ടെന്ന് ഫ്ലൈ ഓപ്പൺ, പെട്ടെന്നാണ് കൈ തുറന്നു പോകും. ദീസ് ടു റെമഡീസ് ആർ ഓപ്പോസിറ്റ്സ്. പരസ്പര വിരുദ്ധമായ ഔഷധങ്ങളാണ്. അഗാരിക്കസ് മസ്റ്റ് സ്റ്റേ നിയർ ദ ഫയർ. അതിൻ്റെ ടെമ്പറേച്ചർ ടെമ്പറാമില്ല, കണ്ടോ? സ്ട്രോങ് ജനറൽസ് വ്യത്യാസമാണ്. അഗാരിക്കസ് തണുപ്പനാണ്, തണുപ്പത്തിയാണ്, തീയോടടുത്ത് നിൽക്കണം. തീയോടടുത്ത് വെച്ചാൽ യൂറോപ്പിലെ 1.5 നൂറ്റാണ്ട് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഫയർ പ്ലേസിൻ്റെ അടുത്ത് പോയി നിൽക്കണം എന്നാണ് പറയുന്നത്. വൈൽ എപ്പിസ് ഷീ വാണ്ട്സ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ കിച്ചൺ. അടുക്കളയിലെ ചൂട് പോലും താങ്ങാൻ പറ്റുന്നില്ല എപ്പിസ് പേഷ്യൻറ്റിന്. എപ്പിസിൻ്റെ ഭാഗം നിങ്ങളുകൊണ്ട് ഇതൊക്കെ എഴുതി വെക്കണം, ഈ ഒരു അവസ്ഥ. ദ ഓക്വേർഡ്നെസ്, ക്ലംസിനെസ് എക്സെട്ര ആർ ബോത്ത് മെൻ്റൽ ആൻഡ് ബോഡിലി. ഈ ഓക്വേർഡ്നെസ്സും ക്ലംസിനെസ്സും നമ്മൾ കണ്ട കാര്യങ്ങൾ. അങ്ങനെ ഓക്വേർഡ് മൂവ്മെൻറ്റ്സ്, ഓക്വേർഡ് ടോക്ക്, ഓക്വേർഡ് ബിഹേവിയർ എല്ലാം ഇയാൾക്കുണ്ട്. അസ്ഥാനത്ത് തമാശ പറയും, അസ്ഥാനത്ത് ചൂളമടിക്കും, പാട്ട് പാടും, പ്രവചനങ്ങൾ നടത്തും. ഒരു അടുക്കളയിൽ ഒരു പാത്രം, ഒരു വിഞ്ഞാണം എടുത്ത് ചിലപ്പോൾ അതിഥികൾക്ക് കൊണ്ടുപോകാൻ പോവാണ്, അവിടെ വെച്ച് കൈ പെട്ടെന്ന് തുറന്ന് പൊട്ടിപ്പോവും. അപ്പോൾ രണ്ട് തരത്തിലും ഈ ഒരു അവസ്ഥയുണ്ട്. ബോത്ത് മെൻ്റൽ ആൻഡ് ബോഡി, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ ഒരു ഓക്വേർഡ്നെസ്സും ക്ലംസിനെസ്സും ഉണ്ട്. എവറി സോർട്ട് ഓഫ് ചേഞ്ചസ് റൺ ഓൺ ദ പേഷ്യൻറ്റ് ആൻഡ് ദ ഡോക്ടർ. ഓരോ മാറ്റവും രോഗിയിലും ഡോക്ടറിലും വല്ലാത്ത ആഘാതം ഉണ്ടാക്കും. ഇയാളുടെ ഓരോ മാറ്റവും ആ മനുഷ്യനിലും രോഗിയിലും ആഘാതം ഉണ്ടാക്കും. അറ്റ് ടൈംസ് ദ പേഷ്യൻ്റ് ഈസ് സ്റ്റുപ്പിഡ്. ചിലപ്പോൾ ഇയാളായി മന്ദിച്ചിരിക്കും, ഓക്വേർഡ് ആൻഡ് ക്ലംസി. അറ്റ് അതർ ടൈംസ് ക്വിക്ക് ആൻഡ് പോയറ്റിക്കൽ. ചില സമയത്ത് അവൾ വളരെ തിടുക്കപ്പെട്ട് കാര്യങ്ങൾ ചെയ്യും, വളരെ പോയറ്റിക്കലാണ്, കാര്യങ്ങളുടെ കാവ്യാത്മകമായിട്ട് പറയുകയും ചെയ്യും. ക്യാൻ റൺ ഓഫ് പോയട്രി വിത്തൗട്ട് എഫേർട്ട്. കവിതകളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വായിന്നങ്ങോട്ട് പുറത്തേക്ക് വരും. ഉണ്ടോ? എത്ര മനോഹരമായിട്ട് ആണ് കെൻ്റ് ഒരു രോഗിയുടെ ചിത്രം വരച്ചിരുന്നതെന്ന് നോക്കുക. ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളെ കണ്ടാൽ മതി, ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, നിങ്ങൾക്ക് ഔഷധം എന്താണെന്ന് മനസ്സിലാവും. എസ്പെഷ്യലി അറ്റ് നൈറ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ക്വിക്കും പോയറ്റിക്കും ചില സമയത്ത് സ്റ്റുപ്പിഡും ഓക്വേർഡും ഒക്കെ ആകുന്ന അവസ്ഥ കൂടുതലും കാണുന്നത് രാത്രിയിലാണ്. അത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്, എസ്പെഷ്യലി അറ്റ് നൈറ്റ്. ഇൻ ദ മോർണിംഗ് ഹി ഈസ് ടയേർഡ് ആൻഡ് സ്ലഗിഷ് ആൻഡ് ദിസ് മേ ലാസ്റ്റ് ടിൽ നൂൺ. പ്രഭാതമാകാൻ നേരത്ത് ആളാകെ മന്ദിച്ച് തളർന്ന് ആ ഒരവസ്ഥ ഉച്ചവരെ നീണ്ടു നിൽക്കാം. ദ മെൻ്റൽ സിംറ്റംസ് ആർ വേഴ്സ് ഇൻ ദ മോർണിംഗ് ആൻഡ് ആർ റിലീവ്ഡ് ടുവേഴ്സ് ഈവനിങ്. കണ്ടോ എൻ്റെ ടൈം മൊഡാലിറ്റി. മാനസിക ലക്ഷണങ്ങൾ രാവിലെ വർദ്ധിച്ചിരിക്കും, അത് ഉച്ചവരെ നിൽക്കാം, വൈകുന്നേരം ആകുമ്പോഴേക്കും പതുക്കെ റിലീഫ് വരും. ഓൾ ജേർക്കിങ്സ് ആൻഡ് ട്വിച്ചിങ് സബ്സൈഡ് ഡ്യൂറിങ് സ്ലീപ്പ്. ഇനി ഈ വലിച്ചുപോച്ചലുകളും വിറയിലും ഒക്കെ ഉറക്കത്തിന് സമയത്ത് ശമിക്കും. ദർ ഇസ് വെർട്ടിഗോ വെൻ വാക്കിംഗ് ഇൻ ദ ഓപ്പൺ എയർ. തുറസായ വായിൽ നടക്കാൻ നേരത്ത് തലകറക്കമുണ്ട്. ഹീസ് ഓൾവേസ് ചില്ലി. നമ്മൾ ഇതിനകം മനസ്സിലാക്കിയ കാര്യമാണ്. ഈ പേഷ്യൻ്റ് വളരെ തണുപ്പത്തിയാണ്. ഓൾ അണ്ടർടേക്കിംഗ് ടു ഡു സംതിങ് ഹീ ഡസ് ദ ഓപ്പോസിറ്റ്. എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന് നേരെ വിരുദ്ധമായ കാര്യം ചെയ്യും. ഉണ്ടോ? അത്രത്തോളം അയാൾ ക്ലംസിയാണ്, ബോത്ത് ഇൻ മൈൻഡ് ആൻഡ് ബോഡി. ആ ക്ലംസിനെസ്സിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നേരെ വിപരീതം ചെയ്യുക. വോട്ടിഗോ ആൻഡ് കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ആർ മിക്സ്ഡ് അപ്പ്. നമ്മൾ നേരത്തെ കണ്ടതാണ് കൺഫ്യൂഷൻ ഓഫ് മൈൻഡും വോട്ടിഗോയും കഴിഞ്ഞ ഔഷധത്തിൽ. ഇവിടെ രണ്ടും തമ്മിൽ
ചേർന്നുപോയി. തലകറക്കവും ആശയക്കുഴപ്പവും തമ്മിൽ ചേർന്നു പോയൊരവസ്ഥ അഗാരിക്കസിൽ. ഇത്ര മനോഹരമായൊരു ഔഷധം, എത്രയോ ബുദ്ധിമുട്ടുന്ന ആളുകളെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന അതിമനോഹരവും അതിശക്തമായൊരു ഔഷധം. പല ഔഷധങ്ങളുടെ ഒരു കൂട്ടായ്മ നമുക്കിവിടെ കാണാം. നാട്രമ്യൂറും കൽക്കേറിയും എപ്പിസിൻ്റെയും മറുപുറം. അങ്ങനെ ഈ മനോഹരമായ ഈ ഔഷധത്തിൻ്റെ ഇതിലും മനോഹരമായ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകൾ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.